ഇന്ന് 8 നോമ്പിൻ്റെ 3-ാമത്തെ ദിവസം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കർമ്മത്തിന് ഒരു സഹായിയെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സന്തോഷത്തിലാണ്. വചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മ നിത്യസഹായമാണ്. നിത്യസഹായമായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കിന്ന് ദൈവത്തോട് ചേർത്ത് വയ്ക്കാം. അനുദിന ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളും ആകുലതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ഒരുപാട് നന്മ ചെയ്തിട്ട് നമ്മുടെ നന്മയൊക്കെ തിന്മയായി ഭവിക്കപ്പെടുമ്പോൾ നമുക്ക് തകർന്നു പോകാം. അവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് ഞങ്ങളെ സഹായിക്കുവാനായിട്ട് എഴുന്നള്ളി വരണമെന്നൊരു പ്രാർത്ഥന കൊടുക്കുവാൻ സാധ്യമാകുമ്പോൾ നമ്മുടെ ഈ ദിനം അനുഗ്രഹമായിട്ട് മാറ്റപ്പെടും. എല്ലാവരെയും സഹായിക്കുവാനായിട്ട് നാം അറിയുന്നതിന് മുമ്പ് തന്നെ കാനായിലെ കുടുംബത്തിൽ അവിടുത്തെ കണ്ണുനീര് ആദ്യം അറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അവിടുത്തെ സങ്കടങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് കുടുംബനാഥന് മുമ്പ് തന്നെ അവയെ അറിഞ്ഞ് പ്രിയപ്പെട്ട തിരുക്കുമാരുടെ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസം അപ്രകാരമാവണം. എൻ്റെ സങ്കടങ്ങളും കുറവുകളും ഒക്കെ തിരിച്ചറിയുന്ന പരിശുദ്ധ അമ്മ എൻ്റെ സന്നിധിയിൽ എന്നും ഉണ്ടാകുവാൻ, ഞാൻ സഹായത്തിന് ഓടിയെത്തുമ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കുവാൻ, പ്രിയപ്പെട്ട തിരുക്കുമാരനോട് എന്നെയും ചേർത്ത് വെപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യമാകുന്നുണ്ട്. ചോദ്യം ഇതാണ്, നമുക്ക് പരിശുദ്ധ അമ്മയിൽ ശരണപ്പെടാനായിട്ട് മനസ്സുണ്ടാവുന്നുണ്ടോ? ആത്മാർത്ഥമായ പ്രാർത്ഥനയും പൂർണ്ണമായ വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും ഈശ്വര സാന്നിധ്യം ഉണ്ടാവും. അമ്മയുടെ ജീവിതത്തിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടായതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും ദൈവാത്മാവിൻ്റെ കൃപാവരം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ, സഹായിക്കുവാനായിട്ട് ആരുമില്ലാതെ തോന്നുമ്പോഴൊക്കെ വ്യസനിക്കേണ്ടെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. കാരണം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയുണ്ട്. നിത്യസഹായനാഥയുടെ സന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് സഹായകമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ഇന്ന് അർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനയിലൊക്കെ നമുക്ക് സഹായികളായിരുന്നവരെ ഓർക്കുവാനായിട്ടും നാം മറ്റുള്ളവർക്ക് സഹായമായി മാറുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.